ഹായ് ഫ്രണ്ട്സ്, പ്രിയ സനശ്രീ വ്ളോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്നത് എന്താണെന്നറിയാവോ? ഇവിടെ എന്റെ അടുത്ത ഫാമിലി പോലെ ഒരു വീടാകട്ടോ. ഇവിടെ വന്നപ്പോ കുറച്ച് പശുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് ഇവരെയൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് കരുതിയാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ കണ്ടോ, ഇവരെ കെട്ടിയേക്കുന്നത് കണ്ടോ, നല്ല രസമല്ലേ? വലിയ ഹൈടെക് കൂടൊന്നും അല്ല, ചെറിയ സെറ്റപ്പില് എന്ന് വെച്ചാൽ വലിയ രീതിയിൽ ഉള്ള സെറ്റപ്പ് ഒന്നുമല്ല, ചെറിയ രീതിയിൽ അവർക്കെല്ലാം ചെയ്ത് തൊട്ടില് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, മാറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവരെ ഇവിടെ നിർത്തിയേക്കുന്നത് കേട്ടോ. സുന്ദരിക്കുട്ടികളല്ലേ ഇവരൊക്കെ കാണാന്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുന്ന ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത്. ഇവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാവോ ചേട്ടാ? നിങ്ങൾ എന്തൊക്കെ തീറ്റയാ കൊടുക്കുന്നതെന്നും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാവോ? അത് ഈ പശുവിന്റെ ഇനത്തെ കുറിച്ച് പറയാം. എല്ലാം ക്രോസ് ബ്രീഡ് പശുക്കളാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. HF ചേരുവയുള്ള ക്രോസ് ബ്രീഡ് പശുക്കളാണ്. വരുന്നതാണ് അത് HF ഇനത്തിൽ പെടുന്നു. അപ്പൊ ഇവർക്ക് പാലുൽപാദനം കൂടുതലാണ്. പാലുൽപാദനം വളരെ കൂടുതലാണ്. എന്നാൽ അല്പം ജേഴ്സിയും കൂടി അതിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പാലിന് നല്ല കൊഴുപ്പുണ്ട്. കുഴപ്പമില്ല. ഇവളോ? അതും HF ചെറിയൊരു ചേരുവയുണ്ട്. എന്നാൽ മറ്റെന്തോ ഒരു ബ്രീഡും കൂടി അതിൽ വന്നിട്ടുണ്ട്. അതെ 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 അതെ. ഇവരുടെ കുട്ടികളാണ് നിൽക്കുന്നത്. അതെ. ഇവരൊക്കെ പ്രസവിച്ചിട്ട് എത്ര നാളായതാണ്? ഇതൊരു 3 പ്രാവശ്യം പ്രസവിച്ചു. അത് രണ്ടാമത് പ്രസവിച്ച് നിൽക്കുന്നു. അതെ. ഈ പശു കന്നിപ്രസവം. അങ്ങേപ്പുറത്തെ പശുവും കന്നിയാണ്. അതെ. അപ്പൊ ഇവർക്കൊക്കെ നല്ല പാലുൽപാദനം. ഈ പാൽ എന്താണ് ചെയ്യുന്നത്? ഇവിടെ വീടുകളിൽ കൊടുക്കുവാണോ അതോ മിൽമയിൽ എത്തിക്കുവാണോ? എന്താണ് ചെയ്യുന്നത്? പാലിന് സ്വയം മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളതാ ഇന്നത്തെ കർഷകർ നേരിടുന്ന ഒരു വലിയ പ്രശ്നം. ഒന്നുകിൽ വീടുകളിൽ കൊടുക്കുക, അല്ലെങ്കിൽ സ്വന്തമായി മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് പരമപ്രധാനമായ ഒരു കാര്യം. ഞങ്ങൾ പാൽ കൊടുക്കുന്നത് ഷോപ്പിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ന്യായമായിട്ടുള്ള വിലയിൽ ഞങ്ങളുടെ പാല് വിറ്റുമാറുന്നുണ്ട്. അതെ. അപ്പൊ പാല് പോകാഴിയൊന്നുമില്ല. അതെ, പാൽ എത്ര ഉണ്ടെങ്കിലും പോകും. കാരണം ഇന്ന് ക്ഷീരകർഷകരുടെ എണ്ണം കേരളത്തിൽ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പാലിന് കൂടുതൽ ചെലവും എന്നാൽ ലഭ്യത കുറവും ഉള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ക്ഷീരമേഖല സംരക്ഷിക്കുവാൻ തക്കവണ്ണം കർഷകർ മുൻപോട്ട് വന്നാൽ, ഓരോ ചെറുകിട കർഷകർ വരട്ടെ അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. കർഷകർ വന്നാലാണ് കൂടുതൽ ഒരു ഇത് വരുന്നത്. ചെറുകിട കർഷകരെന്ന് നമുക്ക് പറയാനാവില്ല. ഇതുമായി താല്പര്യമുള്ള എല്ലാ കർഷകർക്കും മുൻപിലേക്ക് കടന്നു വരാം. അപ്പൊ അവർക്കുള്ള വൈക്കോലൊക്കെ ഇവിടെ വൈക്കോലാണോ കൂടുതലായിട്ട്? വൈക്കോലും പിന്നെ പച്ചപ്പുല്ലും കൊടുക്കും. കണ്ടത്തില് പുല്ലുണ്ട്, അപ്പൊ ആ പുല്ലും അവർക്ക് കൊടുക്കും. ഒരു ദിവസം എത്ര രൂപ വെച്ച് ഇവർക്ക് എത്ര കിലോ തീറ്റ വെച്ച് കൊടുക്കും? ഒരു നേരം മിനിമം അതിന്റെ പാലുൽപാദനത്തിന് കണക്കാക്കി ഒരു 5 കിലോ തീറ്റ മിനിമം കൊടുക്കും ഒരു നേരം. അതെ അതെ. ഇവർക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാതിരിക്കാനുള്ള അസുഖങ്ങളൊക്കെ ഇതിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ അസുഖങ്ങൾ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കും. കഴിവുള്ളിടത്തോളം നമ്മളുടെ ശ്രദ്ധ ഇതിനകത്തുണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള അസുഖങ്ങളായിട്ടൊന്നും ഇപ്പൊ അങ്ങനെ വരാറില്ല. അറിവില്ലാത്ത സമയങ്ങളിലൊക്കെ അസുഖങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ തീറ്റക്രമം 2 നേരം കരാഹാരം കൊടുക്കും. കരാഹാരം കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കും. പച്ചവെള്ളമാണ് കൂടുതലും കൊടുക്കുന്നത്. പച്ചവെള്ളം കൊടുത്തതിന് ശേഷം വൈക്കോൽ ആണെങ്കിൽ വൈക്കോൽ കൊടുക്കും. അല്ല CO3, അങ്ങനെ CO4, റെഡ് നേപ്പിയർ തുടങ്ങിയ പുല്ലിനങ്ങളുണ്ട്, പച്ചപ്പുല്ല്, അവയാണെങ്കിൽ അവ കൊടുക്കും. അപ്പൊ 2 നേരം കരാഹാരം, 2 നേരം വൈക്കോല് അല്ലെങ്കിൽ പുല്ല്, പിന്നെ ബാക്കി സമയങ്ങളിൽ അവർക്ക് വിശ്രമത്തിനുള്ള സമയം, പിന്നെ വെള്ളം. ഇങ്ങനെ വല്ലപ്പോഴും ഒന്ന് അഴിച്ചിറക്കി കിട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ അതെ, സ്ഥിരമായി അങ്ങനെ അഴിച്ചിറക്കി കിട്ടുന്ന സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? എനിക്കറിയാം, നല്ല തിരക്കുള്ള ഒരാളാണെന്ന് എനിക്കറിയാം. അതിന്റെ ഇടയ്ക്ക് ഇതിലൊക്കെ സമയം കണ്ടെത്തണം എന്നുള്ളത് കൊണ്ടാണ് താല്പര്യപൂർവ്വം ഇവരെ നോക്കുന്നതും വളർത്തുന്നതും ഒക്കെ. ഇവർക്ക് എത്ര ജോലി തിരക്കുണ്ടെങ്കിലും ഇവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് വളർത്തുന്നത്. തീർച്ചയായിട്ടും. ചേട്ടന്റെ മുഖം കാണിക്കാൻ കഴിയില്ല, ചേട്ടന്റെ ജോലി എന്താന്ന് പറയാൻ പറ്റില്ല. നല്ല തിരക്കുള്ള ഒരാളാകട്ടെ. ആ തിരക്കിന്റെ ഇടയ്ക്കും ചെയ്യുന്ന കാര്യമാണിത്. ഇവിടെ വന്നാൽ, ഈ വീട്ടിൽ വന്നാലുണ്ടല്ലോ നല്ല രസമാണ്. അവരെല്ലാരും, ആ വീട്ടിലുള്ള എല്ലാരും, കുഞ്ഞു മക്കള് വരെ, ചേട്ടന്റെ മക്കള് വരെ കട്ടക്ക് ചേട്ടന്റെ കൂടെ ഉണ്ട് കേട്ടോ, എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഇവിടെ ആ അമ്മച്ചിയാണ് ഇവിടെ വന്ന് പുല്ലൊക്കെ വാരിയിട്ട് കൊടുക്കുന്നത്. എല്ലാരും ഒരു ഒറ്റക്കെട്ടായിട്ട് ഇത് ചെയ്ത കേട്ടോ. അപ്പൊ ഒരു വീട് ഒന്നടങ്കം ഒന്ന് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അത്
സക്സസ് ആയല്ലേ? അതെ, 100%. ഞങ്ങൾക്കിത് നഷ്ടത്തിൽ പോകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്തു പോകുന്നത്. മുൻപോട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് നമുക്ക് തോന്നുന്നത്. പറയുന്ന ഒരു കാര്യം, പശുവിനെ വളർത്തുന്ന നഷ്ടമാണ്. അത് അവർക്ക് ചെയ്യാൻ അറിവില്ലായ്മ കൊണ്ടല്ലേ കാരണം അങ്ങനെ വരുന്നത്. പശു വളർത്തൽ ഒരിക്കലും നഷ്ടത്തിലേക്ക് വരുന്നില്ല. ഇന്നത്തെ ഒരു തലമുറയിലും കഴിഞ്ഞ കാല തലമുറയിലും ഒക്കെ മനുഷ്യര് മക്കളെ വളർത്തിയതും കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കിയതും, എന്തിന് ഏറെ പറയുന്നു, പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടത് പോലും പഴയ കാലങ്ങളിൽ പശുക്കളെ വളർത്തിയ പല മാതാപിതാക്കന്മാരും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കാലത്തും അത് വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം അധ്വാനിക്കുന്ന കർഷകന് അതിനനുസരിച്ചുള്ള പ്രതിഫലം ഈശ്വരൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലുള്ളവർ ചെയ്യേണ്ടതിന് വരും 2 പണിക്കാരെ നിർത്തിയാൽ അത് കിട്ടില്ല അല്ലേ? അത് കിട്ടില്ല. എങ്കിൽ നമുക്ക് പുറത്ത് പണിക്കാരുടെ ആവശ്യം കൂടി നമുക്ക് വരുന്നുണ്ട്. നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഒരു തൊഴിലും ആവുന്നു. അതെ, നമ്മളെ കൊണ്ട് പുല്ലരിയുന്നതിനും അതേപോലെ തന്നെ ഈ ചാണകം മാറ്റുന്നതിനും അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് മൊത്തത്തിൽ ചിലപ്പോൾ ഒരു ക്ലീനിങ് വേണ്ടിയതായിട്ട് വരും. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളെ കൊണ്ട് മാത്രം സാധിക്കില്ല. ഇതിനുള്ള വരുമാനം നമ്മൾക്ക് മാത്രമല്ല, മറ്റൊരു കുടുംബത്തിലൂടെ കഴിയാനുള്ള വരുമാനം നമ്മൾ തീർച്ചയായിട്ടും പശുക്കളെ വളർത്തുന്നതിലൂടെ ഒരു വീട്ടിലൂടെ മറ്റൊരാൾക്കൂടെ ഒരു ജോലി കാര്യങ്ങളൊക്കെ ആയി ഇതിലൂടെ. അല്ലേ? നമ്മളെ കൊണ്ട് അത്രയൊക്കെ ചെയ്യാം. അപ്പൊ മുന്നോട്ട് പുതിയ കർഷകർ വരട്ടെ അല്ലേ? തീർച്ചയായിട്ടും പുതിയ കർഷകർ വരട്ടെ. കാരണം തൊഴിലില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാ നമ്മുടെ ഈ നാട്ടില് എന്തെല്ലാം സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ട്. ഇന്ന് വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും ഒക്കെ ചെയ്തെടുക്കുന്നത്. നമ്മൾ എന്തെങ്കിലും കണ്ടെത്തി അതിനുവേണ്ടി പ്രയത്നിക്കുക. ജോലിയില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലും നമ്മൾ തന്നെ തൊഴിൽ മേഖലയിൽ നമ്മൾ തന്നെ തൊഴിൽ സാധ്യതകൾ കണ്ടെത്തി മുന്നോട്ട് വരട്ടെ അല്ലേ? അതിൽ നാണക്കേടും ഒന്നും ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം പുള്ളിയുടെ മുഖമോ അല്ലെങ്കിൽ പുള്ളിയുടെ ഡീറ്റെയിൽസോ എനിക്ക് പറയാൻ പറ്റുമായിരുന്നെങ്കിലുണ്ടല്ലോ, തീർച്ചയായിട്ടും 100 പേര് ഇത് മുന്നോട്ട് വന്നേനും. കാരണം അത് കാണിക്കാൻ കഴിയില്ല, ആരാന്ന് പറയാൻ കഴിയില്ല, അതുകൊണ്ടാ കേട്ടോ. അപ്പൊ ചേട്ടന് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ പോലെ ഉള്ളവർക്കൊക്കെ കഴിയും കേട്ടോ. ഇതെല്ലാം ഒരു മനസ്സ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിന്റെ പിന്നിലൊന്നും വലിയ അധ്വാനങ്ങളും മലമറിക്കുന്ന പണികളും ഒന്നും ഇല്ല ഇന്നത്തെ കാലത്ത്. എല്ലാം അതിന് ടൈം ഷെഡ്യൂൾ ഉണ്ട്. ആ ടൈം ഷെഡ്യൂളിനനുസരിച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകണം എന്ന് മാത്രമേ ഉള്ളൂ. നല്ലൊരു മനസ്സുണ്ടാവും. തീർച്ചയായിട്ടും ഇതിനോട് ഇഷ്ടം വേണം. അല്ലാതെ പൈസ ഉണ്ടാക്കാനാന്ന് പറഞ്ഞ് മേടിച്ച് നിർത്തിയിട്ട് കാര്യമില്ല. ഇതിനോട് പൈസ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിച്ചെങ്കിലേ പറ്റുള്ളൂ. അധ്വാനിക്കാൻ എന്തുണ്ടാവണം? മനസ്സുണ്ടാവണം. അത് ഓക്കെ ആണെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം നടന്നു പോകും. അപ്പൊ എനിക്കറിയാം നല്ല തിരക്കാ, കൂടുതൽ ഞാൻ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടെ, ഇവരെ പറ്റി പറയാനുണ്ടെ പറഞ്ഞ് ഇതാക്കിക്കോളൂ. അപ്പം ഈ കൂടുതലൊന്നും പറയാനില്ല. എല്ലാ കർഷകരും ക്ഷീരമേഖലയെ ശക്തിപ്പെടുത്താൻ തക്കവണ്ണം മുൻപിലേക്ക് കടന്നു വരിക. മൃഗങ്ങളെ വാങ്ങിക്കുകയും വളർത്തുകയും ചെയ്യുന്നതോടൊപ്പം അവർക്ക് വേണ്ടതായ സ്നേഹം കൊടുക്കാൻ സാധിക്കുക. സ്നേഹം കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ഭക്ഷ്യയോഗ്യമായ നല്ല ഫുഡ് സപ്ലിമെന്റുകൾ ഒക്കെ കൊടുത്ത് അവരുടെ ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോകാൻ തക്കവണ്ണം ശ്രദ്ധിക്കുകയും കൂടി ചെയ്യുമ്പോൾ മാത്രമേ ഈ പ്രസ്ഥാനം വിജയിച്ചു പോവുകയുള്ളൂ. അല്ലാതെ ഉരുവിൽ നിന്ന് ആദായം ഊറ്റിയെടുക്കുക എന്നുള്ള ചിന്താഗതിയാണ് എന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും നന്നായി പോവില്ല. നമുക്കും ലഭ്യമാകണം, തിരിച്ച് അവർക്കും കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിനകത്തൊരു ഈശ്വരാധീനം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ അവരെ നഷ്ടപ്പെടുത്തി നമ്മൾ മുഴുവനും ഊറ്റിയെടുത്താൽ പ്രസ്ഥാനം മുൻപോട്ട് പോവുകയില്ല. അപ്പൊ അതുകൊണ്ട് ബ്രീഡ് തിരഞ്ഞെടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. അത്യാവശ്യം കൊഴുപ്പുള്ള പാലുള്ള പശുക്കളെ മാത്രം നോക്കിയെടുത്താൽ, അതായത് ക്രോസ് ബ്രീഡ് പശുക്കളെ നോക്കിയെടുത്താൽ നമ്മുടെ വ്യാപാരം മുൻപോട്ട് നടന്നു പോകും. HF ഇനം പശുക്കൾക്കൊക്കെ ആണെങ്കിൽ പാലിന് വലിയ കൊഴുപ്പില്ലാത്തൊരു പാലാണ്. അപ്പോൾ അതേസമയം ക്രോസ് ബ്രീഡ് പശുക്കളാണ് എന്നുണ്ടെങ്കിൽ പാലിന് നല്ല കൊഴുപ്പുണ്ടാകും. അപ്പം കസ്റ്റമർ വാങ്ങുന്നതിനുള്ള താല്പര്യം കാണിക്കും, നമ്മൾക്ക് ബിസിനസ് നടക്കും. അപ്പൊ അതുകൊണ്ട് സന്തോഷപ്രദമാകുന്ന ബിസിനസ് ആയിട്ട് അങ്ങ് കാണുക അല്ലേ? തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യാൻ ഒന്നുകൂടെ തോന്നും. അതെ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് സ്നേഹം മാത്രം. താങ്ക് യു.